എന്താടാ എന്താണ് നടന്നത്? എന്ത് പറ്റിയടാ? വെടിവെച്ച കേട്ടപ്പോ ചങ്കിനകത്തൊരു കുളത്തിപ്പിടുത്തം. നീ എന്താ ഇങ്ങോട്ട് വന്നത്? ബംഗ്ലാവിൽ കാനഡ കൊച്ചമ്മ വന്നേക്കണ്. കാനഡ കൊച്ചമ്മ? ആ, നമ്മുടെ നന്ദിനി കൊച്ചമ്മ. നമ്മുടെ ഓഫീസിലെ സൂസന്നയോട് ചട്ടിയിലിട്ട് വറുത്ത പോലെ കൂടെ ചോദ്യങ്ങള്. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മുടെ എസ്റ്റേറ്റിന്റെ വീതി നീളവും വിസ്തീർണവും എല്ലാം എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ സാറിനെ പ്രത്യേകം തിരക്കി. ഓഹോ, അപ്പൊ കണക്കെടുപ്പിന് വന്നതാണ്. കാനഡ ഇങ്ങോട്ട് കാല് കുത്തിയതേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങിയല്ലേ? കാന്താരി മുളകോളം ഉള്ളെങ്കിലും ആള് ജഗനില്ല. ഞാൻ നേരിൽ കണ്ടതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചതുപോലെ തന്നെയായി. ഓക്കെ, ആ വക്കീലിന്റെ പുഷിങ് ആയിരിക്കും. മുളയിലെ നുള്ളിയില്ലെങ്കിൽ പടർന്ന് കയറി ചുറ്റി വരിഞ്ഞ് ശ്വാസം മുട്ടിച്ച് കൊല്ലും, അത് ഉറപ്പാ സാർ. ഒരു കാര്യം ചെയ്യും, ആ പട്ടാളം വാസം ഇങ്ങോട്ട് വരാൻ പറ. അത്രയ്ക്ക് വേണം? വേണം. പോരുമ്പോ പണ്ട് നമ്മൾ റേഞ്ചർക്ക് വെച്ചതുപോലെ ഒരു കെണി കൂടി കരുതിക്കൊള്ളാൻ പറ. എന്റെ അമ്മച്ചി, ഞാൻ തന്നെ പോണോ? പോണം. എന്റെ കർത്താവേ! पाकिस्तान में 40 पैटर्न टैंक को खत्म हुआ एक बॉम्ब से, सिर्फ एक बॉम्ब से। बैंगलोर में शॉपिंग कॉम्प्लेक्स, न्यू दिल्ली में विक्टोरिया फ्लाईओवर, मद्रास में एयरपोर्ट। आई एम ए बैड मैन, समझा? രാജേന്ദ്രൻ സാർ അപ്പോൾ കേണൽ വാസുവിനെ മറന്നിട്ടില്ല അല്ലേ? പട്ടാളം വാസു ആശാനെ അത്രക്ക് പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റുമോ ആശാനെ? ആശാനല്ല, സാബ്, കേണൽ സാബ്. ആ, അങ്ങനെ മറക്കാൻ പറ്റുമോ കേണൽ സാബേ? അച്ഛാ, പക്ഷേ ആ റേഞ്ചർ കിറ്റ് കെടിവെച്ചതിന് ശേഷം എന്നെ വിളിക്കാതായപ്പോൾ ഞാൻ കരുതി അതിനുശേഷം കെണിവെക്കാൻ എന്തെങ്കിലും ഇരവന്ന് വീണ് കിട്ടണ്ടേ? അച്ഛാ, ഇതിപ്പോ ഏതാണ് പുതിയ ഇര? ഷോപ്പിംഗ് സെന്റർ, സിനിമ തിയേറ്റർ, റെയിൽവേ സ്റ്റേഷൻ? ഇതൊന്നും അല്ല, ഒരു കാനഡ ഇറക്കുമതിയാ. നന്ദിനി കൊച്ചമ്മ. Shut up, you scoundrel! मेरे को खेल का माल नहीं. ദൈവത്തെ ഓർത്ത് സാബ് ഒഴിഞ്ഞു മാറരുത്. ശ്രമിക്കാം. ഒരു ഇന്റർനാഷണൽ ലൈനിലുള്ള ഓപ്പറേഷൻ ആയിരുന്നു എന്റെ സ്വപ്നം. മൈ പ്രസ്റ്റേജ്. എങ്കിലും ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. സംശ, ഏത് കണിയാണ് വേണ്ടത്? ഹ്യൂമൻ ബോംബ്, ബെൽറ്റ് ബോംബ്, ലെറ്റർ ബോംബ്, ബ്രീഫ് കേസ് ബോംബ്, മീറ്റർ ടൈം ബോംബ്, ഇതൊക്കെ പൊട്ടുവോ? और ഫ്ലവർ ബോംബ്. പുള്ളിക്കാരി വന്നിരിക്കുന്നത് കാറിലാണ്. അപ്പോൾ മീറ്റർ ടൈം ബോംബ് മതിയാവും. ഫോളോ മീ. അക്കൗണ്ട്സ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിരിക്കണമെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച ഞാനൊന്ന് മാറി നിന്നാ മതി, അപ്പോഴേയും കാര്യങ്ങളൊക്കെ തകരാറിലാക്കും. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ഇതൊക്കെ കറക്റ്റ് ചെയ്തെന്ന് എനിക്ക് കൊടുക്കും. അറ്റ്ലീസ്റ്റ് 1 month, സാർ. ഒരു മാസമോ? നോ, ഓൺലി 15 days. ഇതിലെ ഒരു മൺ റോഡ് ഉണ്ടായിരുന്നല്ലോ, താഴെ ഒരു നരിമടയും. ഓ മൈ ഗോഡ്, എന്തൊരു ഓർമ്മയാ മോക്ക്. രാജേട്ടാ, രാജേട്ടാ, അങ്ങോട്ടൊക്കെ ഇത്തിരി നേരം ഞാൻ ഒറ്റയ്ക്ക് നടക്കട്ടെ? ഒറ്റയ്ക്കുള്ള ഈ നടപ്പ് യാത്രയൊക്കെ സൂക്ഷിക്കണം. ഐ ഡോണ്ട് കെയർ. മാത്രമല്ല, ഞാൻ എവിടെ പോയാലും ഡാഡിയും മമ്മിയൊക്കെ കൂടെ ഉണ്ടെന്നൊരു തോന്നലാ. പിന്നെ അറിയാത്ത വഴികൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിൽ ഒരു ത്രില്ലുണ്ട് രാജേട്ടാ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കേ, ബൈ. ഹലോ മിസ്റ്റർ വാസു. ഹലോ സാർ. സാർ എന്നെ മറന്നു എന്നാണ് കരുതിയത്. നോ 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 നോ, മറന്നിട്ടില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ജി സാർ. ആയിരിക്കെ. നോ താങ്ക്സ്. ഞാൻ ഓപ്പറേഷൻ തയ്യാറായാണ് വന്നിരിക്കുന്നത്. ആരെ, എവിടെ, എപ്പോൾ എന്ന് മാത്രം പറഞ്ഞാൽ മതി. വെരി ഗുഡ്. പിന്നെ എന്റെ പ്രതിഫലം കഴിഞ്ഞ തവണത്തേക്കാൾ ഒരല്പം കൂടിയിട്ടുണ്ട്. ഒരു 25,000 ഉണ്ട്. പ്രതിഫലമല്ല പ്രശ്നം, ഈരിച്ചെവി അറിയാതെ കാര്യം സക്സസ് ആക്കണം. ജി സാർ. ഞാനിതിന്റെ പിന്നിലുണ്ടെന്ന് ഒരു ഈച്ച പോലും അറിയരുത്. അക്കാര്യം സാർ എനിക്ക് വിട്ടു തന്നേക്കൂ. സാബ് പോലും പറയാൻ സാബിനെ ഞാൻ തൂളാക്കി കാണിച്ചു തരാം. എന്നെ? ജി സാർ. അല്ല, ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് അത് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ വെച്ച് താമസിപ്പിക്കുന്നത് കൂടുതൽ അപകടമാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം നന്ദിനിക്ക് വല്ലത് സംഭവിച്ചാൽ ആ വക്കീലിന് സംശയം തോന്നരുകയുണ്ട്. അവളെ കാനഡയിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചു തന്നെ അയാളുടെ ബുദ്ധിയാണ്.
ഒരു കാലത്ത് ഇവിടുത്തെ കാവൽപ്പട്ടിയായിരുന്നല്ലോ കക്ഷി. അപ്പോ ഓപ്പറേഷൻ ഇന്ന് തന്നെ ആവാമല്ലേ? ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ. ഇവിടുന്ന് അവൾ പോകുന്നത് വക്കീലിന്റെ വീട്ടിലേക്കായിരിക്കും. അവൾ അവിടെ എത്താൻ പാടില്ല. 25-ാം തീയതി കണക്കുകൾ പരിശോധിക്കാൻ മിസ് നന്ദിനി മേനോൻ ഉണ്ടാവരുത്. ഓക്കെ? ഡൺ. എന്താ ഞാൻ അങ്ങോട്ട് മാറിയേക്കാം? അമ്മ ചേച്ചിക്ക് എന്നോട് എന്ത് സ്നേഹാന്നോ. രാജേട്ടൻ എന്നും വീട്ടിലേക്ക് വരാത്തതിൽ അമ്മ ചേച്ചിക്ക് പരിഭവാ. അതെയോ? ഇന്ന് തന്നെ കൂട്ടിട്ട് വരാന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടാ വന്നത്. അതെന്താ? 2 ദിവസം ഞാൻ എത്തിയേക്കാം. ഓക്കെ. മോളെ സൂക്ഷിച്ചോടിക്കണേ, മുഴുവൻ കയറപ്പിന്റെ വളവളാ. യാ. See you. എല്ലാം ഓക്കെ ആണല്ലോ? വിത്തിൻ 1 hour. ഗുഡ്. ഒരു മണിക്കൂറിൽ ബോംബ് പൊട്ടുവന്നാ. നിങ്ങൾ അവളെ ഫോളോ ചെയ്യണം. അവൾ അറിയരുത്. ബ്ലാസ്റ്റിംഗ് നടന്നാൽ ഉടൻ എന്നെ വിവരം അറിയിച്ചിരിക്കണം. എന്റെ ഓരോ ഓപ്പറേഷന്റെ റിസൾട്ടും ഞാൻ നേരിൽ കാണാറുണ്ട്. അതാണ് എന്റെ പോളിസി. ഗുഡ്. ഫോളോ മീ. വാ. പോക്കേണ്ട. അവളുടെ ഒടുക്കത്തെ പോകാൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് എനിക്കൊരു ത്രില്ലാണ്. പണ്ട് ഡാറൂണിൽ വെച്ച് പോലീസ് ജീപ്പ്. എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പ, നമ്മ ടൈം ബോംബ് വെച്ചത് ഇവന്മാർ ഇത്ര പെട്ടെന്ന് അറിഞ്ഞ. കമ്പ്യൂട്ടറിൽ കള്ളം പറഞ്ഞാൽ കണ്ടുപിടിക്കുന്ന മെഷീനും ഇറങ്ങിയ കാലമാണ്. നമ്മൾ മനസ്സിൽ കാണുമ്പോൾ അവരെ സ്ക്രീനിൽ കാണും. ഏതായാലും പിടികൊടുക്കരുത്. ജൽദി. അത് ശരിയാ. എടാ പാണ്ഡ്യ, ആ തെണ്ടികൾക്ക് സൈഡ് കൊടുക്കണ്ട, വേഗം വിട്ടോ. എടോ പരമേശ്വരൻ പിള്ളേ, അവന്മാര് നമ്മളെ കണ്ടിട്ടാണല്ലോ ഒളിച്ചത്. ശരിയാ സാറേ, ഞാനും കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. കുറെ നേരമായല്ലോ അവന്മാർ റോഡിൽ കിടന്ന് കസർത്ത് കാണിക്കാൻ തുടങ്ങിയിട്ട്. സർക്കസുകാരാണോ? വല്ല കള്ളക്കടത്തുകാരായിരിക്കും സാറേ. ഓവർടേക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്യടോ. എന്താ പിക്കപ്പ് തീർന്നോ പരമേശ്വരൻ പിള്ളേ? സർക്കാർ വണ്ടിയല്ലേ സാറേ. എടോ മെല്ലെ പോടോ, ഇതിന് പിക്കപ്പ് കുറവാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഹലോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സർ. ഇങ്ങോട്ട് ഇറങ്ങി ഓടാത്തണ്ടികളെ. എന്നെ കണ്ടപ്പോ എന്തിനാടാ ഒളിച്ചത്? ഒളിച്ചപ്പാണ് സാർ കണ്ടത്. നീ ആരാടാ? ബോംബ് ബോംബെ വന്ന ഗൂർക്കവാസു. അപ്പൊ നീ ആരാടാ? ഞാൻ ചിന്ന കൂർക്ക. ജീപ്പിനകത്ത് എന്തെങ്കിലും ഉണ്ടോടാ? ഇതിനകത്ത് സത്യമായിട്ടൊന്നുമില്ല സാർ. ആ. ഇതിന് മുമ്പേ പോയ വണ്ടിയില് ഈ വാസു ഒരു ബോംബ്. ബോള് മുതലാളിയുടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കൊടുത്തയച്ച. അത് പൊട്ടുവന്നറിയാൻ കിട്ടുമെന്നറിയാൻ വേണ്ടി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പരിശോധന കഴിഞ്ഞിട്ട് ഫോളോ ചെയ്താൽ മതി. പരിശോധിക്കാൻ. സീറ്റ് മാറ്റണം. അടിക്കടി ഇവിടൊക്കെ വരാറുണ്ടോ? ഇല്ലേ ഇല്ല. അടിക്കടി ഇത് അനങ്ങാറുണ്ടോ? പേടി വരുമ്പോ മാത്രം. അപ്പൊ എന്നെ പേടിയില്ല? പേടിയുണ്ട്. അരങ്ങ ആ, എല്ലാം പരിശോധിച്ചു, ഒന്നുമില്ല സാർ. ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ അതിലൊന്നുമില്ലെന്ന്. അതെ. ഇവരെങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. തോമസേ, അതിങ്ങ് എടുക്ക്. എന്റെ പൊന്ന് സാറാ, ഞങ്ങളെ തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലരുത്. കുഞ്ഞുകുട്ടി പ്രാരാബ്ദമുള്ളതാണ്. മ്യൂസിക് ഇഷ്ടമാണോ? ഛേ, അയ്യോ. അല്ലേ? ആണ്. ഗുഡ്, ഇഷ്ടാണ്. വെരി ഗുഡ്. അതിങ്ങ് എടുക്കണോ? ഇത് ഞാൻ സംഗീതം പറഞ്ഞ വീരഗാനങ്ങളാണ്. കേൾക്കണം. അയ്യേ. താങ്ക്സ്.
താങ്ക്സ് പോരാ, 72 രൂപ വേണം. ഞങ്ങൾ കാശ് എടുത്തില്ല സാർ. സാരമില്ല, കാശ് 10 പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാൽ മതി. 6 എടുത്താ 3 ഫ്രീ. ഓർമ്മയിലിരിക്കട്ടെ, 10 പോലീസ് സ്റ്റേഷൻ, 72 രൂപ. ഫോളോ മീ. പരമേശ്വര പരമേശ്വര. കഷ്ടം. ഹലോ, സ്റ്റോപ്പ് പ്ലീസ്. വാട്ട്സ് ദ മാറ്റർ? എന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി. ഐ സി, വെരി ഗുഡ്. ഒന്ന് സഹായിക്കാൻ ആരെങ്കിലും? ഓക്കെ ഓക്കെ. ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. I was in Canada. ഐ സി, വെരി വെരി ഗുഡ്. വാട്ട്സ് യുവർ നെയിം? I'm Miss Nandini Menon. ഞാൻ സഹായിക്കണോ? സഹായിക്കാൻ ഇവിടെ നിന്നാലേ സ്റ്റേഷനിൽ എന്നെ സഹായിക്കാൻ ഞാൻ വേറെ ആളെ വെക്കേണ്ടി വരും. അയ്യടാ, പെണ്ണുങ്ങളെ സഹായിക്കാൻ എന്തൊരു ഉത്സാഹം. സോറി, ഞാൻ അല്പം ബിസിയിലാണ്. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു മെക്കാനിക്കിനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. ഓക്കെ? Yes sir, I'll be very thankful. ഇറ്റ്സ് ഓൾ റൈറ്റ്. മ്യൂസിക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ റോക്ക് റാപ്പ് കേൾക്കണം, ഇഷ്ടാവും. ഇങ്ങനെ നോക്കി നിന്നാ മതിയോ? കേറണ്ണ കേറണ്ണ കേറണ്ണ, വീട്ടിൽ വലിഞ്ഞ് കേറണ്ണ. ഹലോ, ഒന്നുമില്ല. എന്താ അസുഖം? തലകറക്കം, ഹാർട്ട് അറ്റാക്ക്, ഗ്യാസ് ട്രബിൾ, അങ്ങനെ എന്തെങ്കിലും? അറിഞ്ഞിട്ട് എന്ത് വേണം? അത് കൊള്ളാം. വിളിച്ചു വരുത്തിട്ട് അറിഞ്ഞിട്ട് എന്ത് വേണമെന്നോ? വിളിച്ചു വരുത്തിയോ? ആര്? രാവിലെ തന്നെ പേടിപ്പിക്കാതെ. KLT 7626 തന്നെയല്ലേ ഇത്? ആണെങ്കിൽ ഒന്ന് നന്നാക്കാന്ന് കരുതി വന്നതാ. Are you a mechanic? അതെ. Oh my God. My God. I'm not able to believe this. ഞാൻ ഒരുപാട് മെക്കാനിക്കിനെ കണ്ടിട്ടുണ്ട് in Canada, but I never met a man like you. Are you very sure that you're sufficiently trained to be a mechanic? ഇല്ല, ഞാനിപ്പോ ജനിച്ചേ ഉള്ളൂ. അതെ, ആഷ്പുഷ് ഡയലോഗ് എന്ന് പറഞ്ഞ് എന്നെ വരട്ടാൻ നോക്കണ്ട. കാനഡയിലൊന്നും പോയിട്ടില്ലെങ്കിലും 3-4 കൊല്ലം കോളേജ് കിടന്ന് കിളിക്കുത്ത് കഴിഞ്ഞിട്ടാ ഞാൻ സ്പാൻഡർ ഗോപ്പക്കെട്ട് ഇറങ്ങിയത്. നല്ല അസലായിട്ട് ട്രെയിനിങ്ങും കിട്ടിയിട്ടുണ്ട്. ഡോണ്ട് പ്ലേ ജാവ ടു മീ. സന്ധ്യ ആവണതിന് മുമ്പ് കുടുംബത്തെത്തണമെങ്കിൽ അവിടെ ഇറങ്ങി ഒതുക്കി മാറിക്കിടി പെണ്ണേ. എന്താ പെണ്ണല്ലേ? തനിക്ക് മാനേജ് അറിഞ്ഞൂടെ? അറിയാവുന്നതല്ലേ മാറാൻ പറഞ്ഞേ? Stupid. തുപ്പി ആര്? You. വെറുതെ ചുണ്ട് ഒടിച്ചു കളയും ഞാൻ. മാനേഴ്സ് അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ട് വേണം. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാ ബെഞ്ചമിൻ സാർ പറഞ്ഞോണ്ട് വന്നാ. അല്ലാണ്ട് ജാമ്പാന്റെ കാലത്തുള്ള വണ്ടി പണിയെന്ന് ഞാൻ വഴിപാട് നടന്നിട്ടൊന്നുമില്ല. ഇതെന്താ വൈപ്രൊന്നുള്ളോ? നന്നാക്കണോ ഈ പാട്ട് വണ്ടി? എക്സ്ക്യൂസ് മീ, ഇപ്പൊ ചുണ്ടുകൊണ്ട് അങ്ങനെ എന്താ കാണിച്ചില്ലേ? വല്ലതും പറഞ്ഞാണോ? ഇത് നന്നാക്കാൻ ഒരുപാട് സമയം എടുക്കും. മാറി നിന്ന് ചോദിച്ചോളൂ. കുറച്ച് കുതിരച്ചാണോടെ മിക്സ് ചെയ്തോളൂ. എന്റെ മുത്തച്ഛനും ഈ വണ്ടിക്ക് ഒരേ പ്രായ. പുള്ളിയും കിടപ്പായി, വണ്ടിയും കിടപ്പായി. ഇതിന് ഹാർട്ടിൽ ലിവറൊന്നും ഇല്ലേ? കിഡ്നി വളരെ വീക്കാണ്. ഓ മൈ ഗോഡ്, ബ്ലഡ് ഇല്ലേ? MBBS ഡോക്ടറാണ് ഭാവം. എന്തെങ്കിലും ഒഴിഞ്ഞോ? വേഗം ഒന്ന് നന്നാക്കാൻ പറഞ്ഞതാ. ഓ, മോള് കാറില് കാറ് മോളിൽ നിന്ന് വണ്ടി എന്തോ കേടായും തോന്നി. വർക്ക്ഷോപ്പ് പണിക്കാരനെ പോലെ ഒരുത്തനുണ്ട്. നമുക്കങ്ങോട്ട് മാറി നിൽക്കാം. ഇനി ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ. അപ്പോ വർക്ക്ഷോപ്പുകാരൻ രണ്ടും ക്ലോസ്. കാണാനാള് സുന്ദരിയാ, പക്ഷെ സ്വഭാവമാണ് വെടക്ക്. വയറുടക്കി കിടക്കാന്ന് പറഞ്ഞ. എക്സ്ക്യൂസ് മീ, എന്താ പേര്? എന്താ പേരെന്നാളും അറിഞ്ഞാലും നന്നാക്കാൻ പറ്റുള്ളൂ? ഹേ, അങ്ങനെയൊന്നുമില്ല. എന്താ പേരില്ലേ? പേരിടാൻ പ്രായമായില്ലാവോ?
ബോംബ് ചീറ്റി പോവാ. തെണ്ടിത്തരം പറയാതെ 2 മിനിറ്റിനകം പൊട്ടും. ഇതിനകത്ത് ആര് ടൈം പീസ് കൊണ്ടെന്ന് വെച്ചിരിക്കണേ? ഇവിടെ ആര് കാണാൻ? ഊറിനാന്ന് തോന്നുന്നു. ആ, ഇതിനകത്ത് സമയം തെറ്റാണല്ലോ. ഇനി ഇതും ഞാൻ തന്നെ നന്നാക്കണായിരിക്കും. മരണം അവർക്കുള്ളതാകട്ടെ. ആമേൻ. ആ, സ്റ്റാർട്ട് ചെയ്തോ. ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. You bloody! ഏയ്, നിർത്ത്. ഹലോ കാനഡ, ഒന്ന് നിർത്ത്. എന്റെ ടൂൾസ്. അയ്യോ, ഞാൻ പണിയെടുത്ത കാശിലില്ല, ടൂൾസ് ഇല്ല. ഹലോ, ഒന്ന് നിർത്ത്. എന്റെ ബാഗ്, ടൂൾസ്. എടി വെള്ളപ്പാറ്റേ, നിന്നെ ഞാൻ എടുത്തോളാം. എന്തെങ്കിലും എന്റെ കൈ കിട്ടും. അവളുടെ അമ്മൂടെ ടൈം പീസ്. കിളികളെ, ഫുഡ് കഴിക്കൂ. ഈ കുട്ടിയുടെ മുഖം കണ്ടിട്ട് ബോംബ് വെക്കാൻ തോന്നിയില്ലോടാ. മുഖത്ത് നോക്കിയിട്ടാണ് ആൾക്കാർ ബോംബ് വെക്കണത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ വണ്ടിയിൽ ബോംബ് വെച്ച ആൾക്കാർ തീരെ ശരിയല്ല. ശരിയല്ല എന്നുള്ളത് ഉറപ്പല്ലേ? ഇവളുടെ പേരെങ്കിലും അറിയാതെ നീ പോന്നത് തീരെ ശരിയായില്ല. അതിനാ കുതിര ചാടാതെ അവിടെ ഒന്ന് അടങ്ങി നിക്കണ്ടേ? ഇതാണ് പറഞ്ഞ എവിടെങ്കിലും പോകുമ്പോ തനിച്ച് പോലെ എന്നെയും കൂടി കൊണ്ടുപോകാൻ പറഞ്ഞത്. ഞാനായിരുന്നെങ്കിൽ ഇവളുടെ ഇടവക പള്ളിയും മാമോദീശ കണക്ക് അറിഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ. എന്തോ ഇടവകപ്പള്ളിയോ? പിന്നല്ലാതെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ നല്ലൊരു നസ്രാണി കുട്ടിയാണെന്ന്? കണ്ടാലൊരു കാര എന്നൊക്കെ പറയണ പോലെ. അയ്യടാ, അവന്റെ ഒരു പ്ലാര. മുഖശ്രീ കണ്ടാൽ അറിയാം, ആനയും അമ്പാരിയുമുള്ള ഒരു നായർ തറവാട്ടിലെ ഒരു നായർ കുട്ടിയാണ്. ഒരു ഇന്ദിര. ഇന്ദു പ്രസാദ്. ഇന്ദു പ്രസാദ് എന്നൊക്കെ പറഞ്ഞ നല്ല ചേർച്ച ഉണ്ടല്ലോടാ ഫ്രണ്ടി. എന്താ ക്ലാര ഫ്രെഡി വല്ല ചോർച്ചയുണ്ടോ? ഇന്ദു പ്രസാദ് ആണ് നല്ലത്. ക്ലാര ഫ്രെഡി, ഇന്ദു പ്രസാദ്, ക്ലാര ഫ്രെഡി, ഇന്ദു പ്രസാദ്, ക്ലാര ഫ്രെഡി, ഇന്ദു പ്രസാദ്. ഒരു പട്ടി. ആഹാ, പട്ടി പ്രസാദ്. എന്ത് നല്ല പ്രാസം. വിളിക്കാൻ പ്രയാസം. ഹായ്, നല്ല രസം. ഡാഡി, ഇതാണ് എന്റെ മമ്മി. ഇതാണ് മോളുടെ മമ്മി. അങ്ങളെ എന്റെ മമ്മിയെ കണ്ടോ? നല്ല മമ്മി. ഞാനൊരു ഉമ്മ കൊടുക്കട്ടെ? ഉമ്മ. ഡാഡി, ഞാൻ നമ്മുടെ ഫോട്ടോയിൽ വെച്ചോട്ടെ? ഓ, മോള് കൊണ്ടുപോയി ഡാഡി ഫ്രെഡി ഞങ്ങൾ ഇരിക്കുന്ന ഫോട്ടോ ഇല്ലേ, അതിൽ ഫ്രെഡി ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് കീറിക്കളഞ്ഞ് അവിടെ മമ്മിയുടെ ഫോട്ടോ എടുത്ത് നോക്കിയേ. ഹായ്, നല്ല ഡാഡി. ഡാഡി മമ്മിക്ക് ഒരു മോൾ കൊടുക്കട്ടെ. ഞാൻ വെക്കും ഉമ്മ. ഉമ്മ